നമ്മൾ ഈ കാലത്ത് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്, പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്. ഗട്ട് ഹെൽത്ത് നന്നായിരിക്കണം എന്ന് പറയും, ഗട്ട് ഹെൽത്തിനെ ബാധിക്കും എന്ന് പറയും. ആക്ച്വലി എന്താ ഗട്ട് ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ ഗട്ട് ഹെൽത്ത് എന്നുള്ളത് മെയിനായിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെയാണ് ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മളൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണം ഡൈജസ്റ്റ് ആവാനും ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനും ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാനും മൊത്തത്തിലുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഈ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലെ ഡൈജഷനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഈ ഗട്ട് ഹെൽത്ത് എന്നുള്ളത്. അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹിക്കാനും അതിലെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനും വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഈ ഗട്ട് ഹെൽത്ത് എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയോടൊപ്പം തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നൊക്കെ പോലുള്ള വാക്കുകളൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയും സ്റ്റേബിൾ ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഗട്ട് ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വഴി. ഗട്ട് ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യുന്നതോടൊപ്പം നമ്മളുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ, ഇനി ഗട്ട് ഹെൽത്ത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു മനുഷ്യൻ ഫേസ് ചെയ്യുക? ഗട്ട് ഹെൽത്ത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള കുറേയധികം പ്രശ്നങ്ങൾ, ഫിസിക്കലിയും മെൻ്റലി ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യാമല്ലോ. അത് ഈ പറഞ്ഞ പോലെ ഡൈജഷൻ, അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, ബ്ലോട്ടിങ് മാത്രമല്ല, ഈ പറഞ്ഞ സോറിയാസിസ് ആയിക്കോട്ടെ, മൈഗ്രെയിൻ ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, PCOD PCOS ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി ജീവിതശൈലി രോഗങ്ങളുടെ ഒരു തൈറോയിഡ്, അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഗട്ട് ഹെൽത്താണ്. അപ്പോൾ ഈ പറഞ്ഞ സ്ട്രെസ്, ആൻസൈറ്റി പോലുള്ള മെൻ്റൽ ഇഷ്യൂസും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഫിസിക്കൽ ഇഷ്യൂസിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഘടകം ഗട്ട് ഹെൽത്താണ്. സോ ഗട്ട് ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ ഏരിയകളിലൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.